ദീപക്, ഞാൻ രാവിലെ ചെന്നൈയിലെത്തും. മീറ്റ് മീ അറ്റ് 10. എന്താ പെട്ടെന്നൊരു ബോർഡ് മീറ്റിംഗ്? ബാക്കിയുള്ളവരൊക്കെ അവിടെ? ശരി, ഇരിക്കാം. ശ്രീ, ഒരു പെൺകുട്ടിയുണ്ട്. ഹേ, അതല്ല, ബ്രില്യൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ബ്രില്യൻ്റ്. എയർ ഹോസ്റ്റസ് ഇൻ്റർവ്യൂസ് നടക്കല്ലേ, എടുക്കട്ടെ? ഷുവർ, നിന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യമല്ലേ അത്? അതല്ല, ഇവിടെ എനിക്കിതിന് സപ്പോർട്ട് വേണം. ഞാനായിട്ട് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്താൽ എല്ലാവർക്കും ഇത് പിടിക്കണമെന്നില്ല. ലാസ്റ്റ് ടൈം ഞാൻ ഒരു സിമ്പിൾ TV ആഡിൻ്റെ ഐഡിയ പറഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായ ബഹളം നിനക്ക് ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ എയർലൈൻ പറക്കുമ്പോൾ ആകാശത്ത് നിന്ന് മാലാക നോക്കിക്കൊണ്ടിരിക്കുന്നല്ലേ? ആ, ഓർമ്മയുണ്ട്. നീ കൂടെ പറഞ്ഞാലേ അച്ഛനും അത് സീരിയസ് ആയിട്ട് എടുക്കുള്ളൂ. ഞാൻ ഒരു മണ്ടനാണെന്നാണല്ലോ പുള്ളിയുടെ വിചാരം. നോക്കാം, ആത്മവിശ്വാസം, ബോൾഡ്നെസ്, ക്ലാസ്. സത്യം പറ, ഇത് വല്ല പ്രേമം മറ്റോ ആണോ? കമോൺ, 4-5 പേരായിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു വെച്ചു. എല്ലാത്തിനും ആ കണ്ണുകൊണ്ട് കാണരുത്. പിന്നെ ഇത്ര മുഖവരെയൊക്കെ? ഷീ ഈസ് ഗുഡ്, ലെറ്റ്സ് ടേക്ക് ഹർ. സർ വിശാൽ ഈ കുട്ടിയെ നമ്മുടെ കമ്പനിയിലെ എയർ ഹോസ്റ്റസ് ആയിട്ട് ഹയർ ചെയ്താൽ കൊള്ളാന്നുണ്ട്. എനിക്കും തോന്നുന്നു ഷീ ഈസ് പെർഫെക്റ്റ് എന്ന്. ആറ്റിറ്റ്യൂഡും ലുക്സും ഉണ്ട്. ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് ഹർ. മനുഷ്യന്റെ ബുദ്ധിക്കും സാമർഥ്യത്തിനും പരിധിയില്ലെന്ന് കേട്ടിട്ടുണ്ട്. മണ്ടത്തരത്തിന്റെ കാര്യത്തിലും അതങ്ങനെയാണെന്ന് എല്ലാ ദിവസവും ബോധ്യപ്പെടുത്തി തരുന്നതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. അതിന് മകൻ തന്നെ വേണ്ടി വരുന്നു എന്നുള്ളത് എൻ്റെ മിസ്ഫോർച്യൂൺ. ആൻഡ് യു കം ടു മൈ ഓഫീസ്. ആ ചേച്ചി, നീ എവിടെയാ? വീട്ടില്. നീ എയറോസ്റ്റസ് ആവാൻ പോവാന്ന് ന്യൂസ് വരുന്നുണ്ടല്ലോ. എവിടെ? FB-ല് നീ ലൈവ്. അതെ, പറയാൻ പോകുന്ന കാര്യത്തിനൊരു പ്രത്യേകത തോന്നിയതുകൊണ്ടാണ് അത് നിങ്ങളുടെയൊക്കെ പ്രസൻസിൽ വെച്ചാവെന്ന് വിചാരിച്ചത്. Cloud9 എയർലൈൻസ്, ഞാൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള എയർലൈൻസ് ഇന്ന് ഇവിടെ ഒരു തീരുമാനമെടുക്കുകയാണ്. ഞങ്ങളുടെ എയർലൈൻസിൽ എയർ ഹോസ്റ്റസായി ഒരു പുതിയ പെൺകുട്ടി എത്തുന്നു. ഹർ നെയിം ഈസ് പല്ലവി രവീന്ദ്രൻ ആൻഡ് ഷീ ഈസ് എൻ ആസിഡ് അറ്റാക്ക് വിക്ടിം. ഇത് ശരിക്കും ഒരു ഗിമ്മിക്കല്ലേ? ഒരു നല്ല ഭാവിയുള്ള പെൺകുട്ടിയുടെ മുഖത്തൊരാൾ ആസിഡ് ഒഴിക്കുന്നു. അതോടെ ആ കുട്ടിയുടെ ഫ്യൂച്ചറും കരിയറും ഒക്കെ നിന്നു പോകുന്നു. വഴി അവസാനിക്കുന്നില്ല എന്ന് പറയുന്നതിൽ എവിടെയാണ് സുഹൃത്തെ ഗിമ്മിക്ക്? മിസ്റ്റർ വിശാൽ, എന്നാൽ സൗന്ദര്യം ഏറ്റവും കൂടുതൽ വേണ്ട ജോലിയല്ലേ എയർ ഹോസ്റ്റസിന്റെ? ബുദ്ധിയുണ്ട്, ഹൃദയവും ഉണ്ട്. 2019 സർ, അങ്ങനെയും നിർവചിച്ച് തുടങ്ങിക്കൂടെ സൗന്ദര്യത്തെ നമുക്ക്? തെറ്റായ ഡിസിഷൻ ആണെങ്കിൽ എങ്ങനെയാണെങ്കിൽ നമ്മുടെ ഷെയർസിൽ ഇതുപോലൊരു ബൂം 1173.45 ക്ലോസ് ചെയ്തത്. ആൻഡ് ജസ്റ്റ് ടേക്ക് എ ലുക്ക് അറ്റ് ദ സോഷ്യൽ മീഡിയ. ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സിലെ പാസഞ്ചർ ട്രാഫിക് റേറ്റ്സും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. The whole world is with us. Vishal, that's because of its exotica. It will die down as soon as the curiosity ends. No, uncle. From now on, beauty shall be defined differently. It's before this and after this. Sir, we really should not. എനിക്ക് ആ പെൺകുട്ടിയോട് സംസാരിക്കണം. Sure, why not? ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര എയർലൈൻ കമ്പനിയായ ക്ലൗഡ് വിശാൽ രാജശേഖരനാണ് ഈ വാർത്ത ഹലോ, Hey, Pallavi. മിസ്റ്റർ വിശാൽ രാജശേഖരൻ, നിങ്ങൾ ആരോട് ചോദിച്ചിട്ടായി പ്രസ് കോൺഫറൻസ് നടത്തിയത്? മൈ ഫ്യൂച്ചർ എന്റെ അടുത്തല്ല. യു ഗെറ്റ് മീ? പെട്ടെന്ന് കേട്ടൊരു എക്സൈറ്റ്മെന്റ് കുട്ടി. തിരിച്ചു വിളിക്കും. Let's drop it, sir. We can't take this bigger risk. The entire media has covered this. And if this goes wrong, Vishal Rajashekharan will be out of Cloud9. ഇത് മീഡിയ ഹൗസ് ഇതിപ്പോ മൂന്നാമത്തെയാ. എയർ ഹോസ്റ്റസ് ആക്കാമോന്ന് നീ അയാളോട് ചോദിച്ചു എന്നല്ലേ പറഞ്ഞു? ഒഴിവാക്കാൻ പറഞ്ഞാണ്. എന്റെ മനസ്സിൽ പോലും ഇല്ലാത്ത കാര്യം അത്. മനസ്സിലുള്ളത് ഏത് ജോലിയാ മോളെ? പൈലറ്റ് അല്ലാതെ. അച്ഛൻ നിർബന്ധിക്കൊന്നുമല്ല, കണ്ടപ്പോൾ തോന്നിയതാ. ഈ ജോലിയാവുമ്പോൾ അത് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്താണല്ലോ, ആകാശത്ത്. डीडी न्यूज़ देखा, ऐसा लगा हमें हमारा चेहरा वापस मिल गया. सर उठा के चलने का मौका मिला, गर्व से लोगों को बताने का मौका दिया. थैंक यू डीडी, थैंक यू. ആരോ തന്നു വഴികളിൽ
பார்த்துட்டேன். என்ன இது? வேற ஏதோ ஒரு படத்துல அப்பா இதுல ஒரு நெருல கிடையாது இது. நெருல ஒரு நெருல ஓகே. ദൃശ്യംലി ഉദന அந்த പയ്യനാണ്. എത്ര കുട്ടികളുണ്ടെന്നാ പറഞ്ഞത്? 7, sir. We'll be priming the passengers before takeoff. You know, it's the first time we are having such a cabin crew on board. Be alert. ചില passengers അങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. Yes, sir. You will find this and all other safety information in the car's seat pocket in front of you. We strongly suggest read it before takeoff. We should have any don't hesitate to ask one of our crew members. Excuse me, young lady. Yes, sir. What's your name? Pallavi. Can I give you a hug? എനിക്കൊരു നല്ല ചൂട് കോഫി വേണം. Yes, sir. Thank you. நான் கூட ஏதோ இப்போ பைண்ட் நான் நிறைய ஷாட் நல்லா இருக்கு. ஓரமா நின்று பார்க்கறது. എഴുന്നേക്കോ. അവനാണ് ആശുപത്രി. ഹായ്, ഇന്ന് ഫ്ലൈ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഹൈദരാബാദ്. ലിയോ ഇല്ല. സി ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഒരു ചെറിയ കേക്ക് കട്ടി കിട്ടും ആറ്റ് ഔട്ട് ഡാൻസ് റൂം. പലവ് വരണം. We are also working in the same company. എங்களுக்கு പാർട്ടിയും கிடையாது, ഇൻവിറ്റേഷനും கிடையாது. ബാക്കിയുള്ളവര് ബാക്കി ഇപ്പൊ പലവ് മാത്രമേ ഉള്ളൂ. അത് മോശമായി. പഴയ ഗേൾ ഫ്രണ്ട്സ് വിളിക്കാറുണ്ട്. ഹേ സാറു, ഇങ്ങേരു പ്രണയത്തെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പ്രണയം പുറത്ത് കാണുന്ന സൗന്ദര്യമല്ല, അത് ഹൃദയത്തിനുള്ളിലെ മാധുര്യമാണ്. മുറിക്കാം. ഹാ, കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പക്ഷെ കേൾക്കുമ്പോൾ പലരോടും പലപ്പോഴായി വിശാൽ പറയാറുള്ള സ്ഥിരം വാചകമായിട്ട് എന്നെ തള്ളിക്കളയുന്നു. വിശാൽ, ഞാനിപ്പോൾ ലൈഫിൽ ഏറ്റവും വാല്യൂ ചെയ്യുന്ന ഒരാൾ വിശാലാണ്. കാരണം ഞാനിപ്പോൾ ലൈഫിൽ മിസ് ചെയ്യുന്നത് നല്ല സൗഹൃദങ്ങളാണ്. അതെനിക്ക് വിശാലിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതെനിക്ക് ഇനിയും വേണം. ഒരു കണ്ടീഷനും ഒരു നിർബന്ധവും ഒരു കരാറും ഇല്ലാത്ത ഒരു ബ്യൂട്ടിഫുൾ ഫ്രണ്ട്ഷിപ്പ്. അതിനെ നമുക്ക് വേറെ എങ്ങോട്ടേക്കും വഴിതിരിച്ച് വിടണ്ട. ലെറ്റ്സ് ബി ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സും ഉണ്ടോ? മാറും മാറും. ഹായ് സർ, വെജ് ഓർ നോൺ വെജ്? വെജ്. ഓക്കെ. പല്ലവി,
എനിക്കൊന്ന് സംസാരിക്കണം. നിന്റെ ഷെഡ്യൂൾ പലയിടത്ത് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ ഈ ഫ്ലൈറ്റിൽ കയറുന്നത്. നിന്നോട് സംസാരിക്കാൻ വേണ്ടി മാത്രം. ജസ്റ്റ് 15 മിനിറ്റ് இது நிறைய பேருக்கு എവിടെ டிக்கெட் വെച്ചാൽ കാണാൻ പറ്റും? இல்ல கேஸ்ட்லாம் இருக்குல்ல டிராவல் பண்ணலாம் அந்த மாதிரி Excuse me, would you like to have veg or non-veg? Okay. Veg. Thank you, sir. Thank you. And for you? കോഫി. ഒരിടത്തുനിന്ന് ഒരു ജോബ് ഓഫറും ഇല്ല. പുറത്തേക്ക് പോകാന്ന് വെച്ചാൽ കേസ് ഉള്ളതുകൊണ്ട് വിസ കിട്ടില്ല. இதுக்காக வந்து கேஸ் നീ അത് പിൻവലിക്കണം. திருந்த എന്റെ மாட்டேன் ഫ്യൂച്ചറാണ് പലവി പോയിക്കൊണ്ടിരിക്കുന്നത്. കോടതി ശിക്ഷിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല, അതുറപ്പാ. நீ இன்னும் உயிரோட தான் இருக்கியா മൊത്തം നഷ്ടപരിഹാരം കിട്ടും. സേഫ്. Can I have some water, please? എന്നെ ജയിലിൽ തള്ളിട്ട് നീ സമാധാനത്തോടെ ഇരിക്കാൻ പോകുന്നില്ല. ഇത് ഞാൻ ഒഴിക്കാത്തതേ അതിന്റെ പൊള്ളൽ എനിക്ക് അറിയാവുന്നോണ്ടാ. சூடா காஃபி ஊத்துவான்னு சொன்னேன்